കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പേര് PF ഫ്രാൻസിസ്. തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂര് എന്ന സ്ഥലത്ത് എൻ്റെ ഭവനം. എന്നാൽ ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടതായ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തന്നെ വാടാനപ്പള്ളി നടുവിൽക്കര എന്ന സ്ഥലത്താണ്. ഒരു റോമൻ കാത്തലിക്സ് ഭവനത്തിലാണ് മാതാപിതാക്കന്മാരാൽ ജനിച്ച് വളർത്തപ്പെടുവാനായിട്ടിടയായത്. കുഞ്ഞുനാളിലെ അതിൻ്റെ ഓർമ്മ വന്ന ശേഷമൊക്കെ വിഗ്രഹങ്ങളുടെ മുൻപിൽ ആരാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കണ്ടു വളർന്നത്. പള്ളിയായിട്ടും അതുപോലെ തന്നെ പല ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ, അതുപോലെ വീട്ടിൽ തന്നെ അനേക വിഗ്രഹങ്ങൾ ഉണ്ട്. ആ വിഗ്രഹങ്ങളുടെ മുൻപിലാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്. പ്രാർത്ഥനയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഭക്തിയായിട്ടാണ് മുന്നോട്ട് കടന്നു പോകാനിടയായത്. വിദ്യാഭ്യാസ മേഖലകൾ വളരെ പ്രയാസത്തോടുകൂടെയാണ് വിദ്യാഭ്യാസ മേഖലകളിലൂടെ കടന്നു പോകാനിടയായത്. എന്നാൽ ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിതത്തിൽ പലവിധമായ സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ, ഏകാന്തതകൾ, ഇങ്ങനെ പല രീതിയിലുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഭവനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ 4 സഹോദരങ്ങളും ഒരു സഹോദരിയുമാണ്. പിന്നെ അപ്പൻ, അമ്മ, അങ്ങനെ ഒരു 7 പേരടങ്ങുന്ന ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനിടയായത്. ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോൾ അവരും പള്ളിയിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭക്തിയിലുമൊക്കെ കടന്നുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ നാളുകൾക്ക് ശേഷമായിട്ട് ഭവനത്തിൽ പലവിധമായ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, ജീവിതത്തിൽ സമാധാനം എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സമാധാനം ലഭിക്കും, പള്ളികളിൽ പോയി കഴിഞ്ഞാൽ, കുർബാനയിൽ സംബന്ധിച്ചാൽ, കുമ്പസരിച്ചാൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുമെന്ന് ചിന്തിച്ച് പല വഴിപാടുകളുമായിട്ട് പല പള്ളികളിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പല പള്ളികളിലാണ് കടന്നുപോയിട്ട് അവിടെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നത്. രോഗങ്ങൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകാനിടയായത്. ജീവിതത്തിൽ ബൈബിൾ എന്ന് പറയുന്ന അതെന്താണെന്ന് പോലും അറിയുകയില്ല. ബൈബിളിൽ നിന്ന് പറയാൻ പോലും ഉള്ള ആ സാഹചര്യത്തിലുള്ളൊരു നിലപാടിലല്ല, അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ജനിച്ച് വളർത്തപ്പെടാനിടയായത്. ഏതെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പല പള്ളികളിലും വഴിപാട് നേർന്ന് സമാധാനം കണ്ടെത്തുന്നുള്ളതായ പ്രതീക്ഷയോടുകൂടെയാണ് കടന്നു പോകാറ്. അതിനും കുറേ പൈസയൊക്കെ ചെലവിടാറുണ്ട്. എന്നാലും വീട്ടിൽ സ്വസ്ഥതയോ സമാധാനമോ അല്ലെങ്കിൽ രോഗങ്ങളെ വിട്ടുമാറുകയോ ഒന്നും ലഭിക്കുവാനായിട്ട്, ചെറിയൊരു ആശ്വാസം ലഭിക്കും, പക്ഷേ പിന്നീട് വീണ്ടും അതിനേക്കാൾ ഇരട്ടിയായിട്ട് പ്രശ്നങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് എന്നുള്ള ചിന്താഗതി ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ എൻ്റെ ഫാദർ ഈ മന്ത്രവാദിയെ പോയി കാണുകയും ഈ പ്രശ്നങ്ങൾ വെച്ച് നോക്കുന്ന ഒരു സ്ഥലത്താണ് കടന്നുപോയത്. വീട്ടിൽ പ്രശ്നങ്ങളാണ്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അതിന്മേൽ യാതൊരു പരിഹാരങ്ങൾ ലഭിക്കാൻ കഴിയാതെ ആയിരുന്ന സ്ഥാനങ്ങളിൽ എൻ്റെ പിതാവ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അവിടെ കടന്നു ചെന്നു. അത് പൈസ വീണ്ടും ചെലവഴിക്കാൻ തുടങ്ങി. അത് നിമിത്തം അനേക ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനങ്ങളാണ് പിന്നെ ഉണ്ടായത്. പള്ളികളിലായിട്ടും ക്ഷേത്രങ്ങളിലായിട്ടും പല അമ്പലങ്ങളിലൊക്കെ കടന്നുപോയി വഴിപാടുകൾ നടത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവിടെയും വ്യക്തമായിരിക്കുന്ന ഒരു സമാധാനം ലഭിക്കാനായിട്ട് സാധ്യമായിരുന്നില്ല. പണം ഒത്തിരി ചെലവഴിച്ചു, പൂജകളും കർമ്മങ്ങളൊക്കെ നടത്തുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഒരു അല്പം ആശ്വാസം ആയിത്തീരുന്നെങ്കിലും പിന്നീട് ശക്തമായിട്ട് പ്രശ്നങ്ങളിലൂടെ പിന്നെയും കടന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പൈസ ചെലവിട്ടു, അനേക ഭക്തിയുള്ളതായ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി അവിടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാലും അവിടെ നിന്ന് ആശ്വാസം ലഭിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അവസാനം ഈ മുസ്ലിംസിൻ്റെ ജിന്ന് എന്ന് പറയുന്ന ഒരു സേവയുണ്ട്. ആ സേവയിലേക്കും കടന്നു പോകാനിടയായി തീർന്നു. പക്ഷേ അവിടെയും പ്രശ്നം ഗുരുതരമാകുമെന്നല്ലാതെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുവാനോ സമാധാനം പ്രാപിപ്പാനോ സാധ്യമായി തീർന്നില്ല. അങ്ങനെ വീട്ടിൽ പിന്നെയും പ്രശ്നങ്ങൾ വർദ്ധിച്ചു.
പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളായി പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഒട്ടും സമാധാനം ലഭിക്കാൻ കഴിയാതെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ മന്ത്രവാദത്തിനും ഈ വഴിപാടിനും നേർച്ചകൾക്കൊക്കെ കടന്നു പോയതുകൊണ്ട് ഒത്തിരി പൈസ അതിൻ്റെ അകത്ത് ചിലവാകുവാനിടയായതുകൊണ്ട് അവിടെ താമസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ആ സ്ഥലം വിറ്റാണ് ഞങ്ങൾ ഈ അരുമ്പൂർ എന്ന സ്ഥലത്തേക്ക് കടന്നു വരാനിടയായത്. അങ്ങനെ ഇരിക്കുമ്പോൾ പല ജോലികളിലൊക്കെ പ്രവേശിച്ചു അവിടെയൊന്നും ശാശ്വതമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യമായില്ല. പിന്നെയും പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതം മടുത്തു പോകുന്നൊരനുഭവം, ജീവിക്കണ്ട എന്നുള്ളതായ ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്ന് സകലതും നഷ്ടപ്പെട്ടാണ് അല്പം പൈസയുമായിട്ടാണ് ഈ അരുമ്പൂർ എന്ന ദേശത്ത് വന്നത്. എന്തുകൊണ്ടാണ് ആ പൈസ നഷ്ടപ്പെടുവാൻ കാരണമായത്? യഥാർത്ഥമായിട്ടുള്ള ഒരു ദൈവത്തെങ്കിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ പരമായിട്ടുള്ളതായ കാര്യങ്ങൾ അറിയുകയോ ചെയ്യുന്ന ഒരു സ്ഥലമല്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ബൈബിളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. ബൈബിള് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത സാഹചര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വളരെ എന്നുവെച്ചാൽ ജീവിതത്തിൽ വളരെ നിരാശകളും പ്രയാസങ്ങളും കടന്നു വരുവാനിടയായി. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാത്ത ആ സാഹചര്യത്തിലേക്ക് ജീവിതം കടന്നു പോകാനിടയായി തീർന്നു. ജീവിതം വെറുക്കുവാനിടയായി തീർന്നു. എന്തിന് ജീവിക്കുന്നു എന്നുള്ള ആ ചിന്തകൾ കടന്നു വന്നു. ആ ചിന്തയിൽ ഇങ്ങനെയാണ്, ഇതെല്ലാം ചെയ്തിട്ടും ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് ജീവിതത്തിൽ ഉൾത്തിരിയുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ദൈവമുണ്ടോ? അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതായ ചിന്ത ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ആ ഒരു ശൂന്യത എവിടെയൊക്കെയോ ഒരു പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഒരു ദൈവദാസൻ ഹരിയാനയിൽ പോയി, അദ്ദേഹത്തിൻ്റെ പേരും ഫ്രാൻസിസ് എന്നാണ്. ഹരിയാനയിൽ പോയി അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ച് 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് താൻ ഉപവസിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഒരു പ്രത്യേക നടത്തിപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ ദൈവദാസൻ വചനവുമായിട്ട് ഒരു 3-4 പേരുമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ വാസ്തവത്തിൽ ഒരു വലിയ ശൂന്യത എന്ന് പറഞ്ഞാൽ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇനി മുൻപിൽ ജീവിതമില്ല, അവസാനിപ്പിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് ഈ ദൈവദാസന്മാർ അവിടെ വചനവുമായിട്ട് കടന്നു വന്നത്. പക്ഷേ അവർ പറയുന്ന വചനങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയുവാൻ തക്കവണ്ണം ഒരു സമർപ്പണമോ അല്ലെങ്കിൽ അതിനനുസരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കേട്ട് പോകാമെന്നല്ലാതെ അതെന്താണ് അല്ലെങ്കിൽ ഏത് സാഹചര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആയിരുന്ന ഒരു സാഹചര്യമാണ്. അവർ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമ പുസ്തകം, ബൈബിള് അവിടെ വെച്ചിട്ട് കടന്നു പോകാനിടയായി തീർന്നു. ആ ബൈബിളാണ് വാസ്തവത്തിൽ അത് വായിക്കുവാനും അതിലുള്ള സത്യങ്ങളെ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒത്തിരി സത്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇത് ബൈബിളാണെന്നോ അല്ലെങ്കിൽ ദൈവവചനമാണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ ആ വചനം, ആ വായിക്കപ്പെട്ടതായ വചനം ഉള്ളിൽ ക്രിയ ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ബൈബിളിൻ്റെ സൈഡിൽ അവരുടെ വിലാസം എഴുതി വച്ചിരുന്നു, അഡ്രസ്സ് എഴുതി വച്ചിരുന്നു. ആ അഡ്രസ്സ് പ്രകാരം അവരാരാധിക്കുന്നതായ ആ ഹോളിലേക്ക് അല്ലെങ്കിൽ ആ ചർച്ചിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ കുറേ ആളുകൾ ആരാധിക്കുന്നു എന്നറിയത്തില്ല, കുറേ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോഴും സംശയം കടന്നു. കാരണം ഈ പൂരവും പെരുന്നാളും അങ്ങനെ ഒത്തിരി ബഹളത്തിൻ്റെ ഇടയിൽ നിന്നാണല്ലോ ഇവിടേക്ക് വന്നത് എന്നുള്ള ചിന്ത ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് സ്ഥലം തെറ്റിപ്പോയോ എന്നുള്ള ചിന്ത കടന്നു വന്നു. പക്ഷേ ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ശക്തി, അസാധാരണമായ ഒരു ശക്തി എന്നെ ആ ഹോളിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരുകയും അങ്ങനെ ഞാൻ അന്ന് ആ ഹോളിൽ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്റ്റൽ അനുഭവമുള്ള ഒരു ആരാധനയിൽ സംബന്ധിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കുറേ പേര് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, ഏതൊക്കെയോ ഭാഷകൾ സംസാരിക്കുന്നു. ഇതൊക്കെയും കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വചന ശുശ്രൂഷിച്ച ദൈവദാസൻ എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുവാനും എൻ്റെ അടുത്ത് വന്ന് സംസാരിപ്പാനും ഇതൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു രൂപാന്തരം വരുന്നത് പോലെ എനിക്ക് തോന്നുവാനിടയായി. ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുവാനായി തുടങ്ങി. ആ ആരാധനയുടെ മധ്യത്തിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിപ്പാനിടയായി. 1984 ജനുവരി 5-ാം തീയതി നടന്ന ആ ആത്മീയ ആരാധനയിൽ ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു.
എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകാനിടയായി തോന്നുന്നു. അതിനിടയ്ക്ക് ഈ യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തു സർവശക്തനുമാണെന്നുള്ളതായിരിക്കുന്ന ആ ഒരു ആലോചനയ്ക്കകത്ത് എനിക്ക് പറയാനായിട്ട് കഴിയും. ഞങ്ങളുടെ ആ മന്ത്രവാദത്തിനൊക്കെ പോയ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരുടെ അരയിലും ഏലസ് ബന്ധിച്ചിരുന്നു. ഓരോരുത്തരുടെ പേരുകൾ എഴുതി മന്ത്രങ്ങൾ ചൊല്ലി ഏലസ് ബന്ധിച്ചിരുന്നു. പക്ഷേ ആരാധനയെങ്കിൽ, ആ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെങ്കിൽ യേശുക്രിസ്തു എൻ്റെ ബന്ധനങ്ങൾ അഴിക്കുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതുപോലെ എനിക്ക് അനുഭവിക്കാനിടയായി. ജീവിതം വെറുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു എന്നെ തേടി വന്ന് എൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് എൻ്റെ പാപക്കറകളെ കഴുകി എന്നെ ശുദ്ധീകരിച്ച് അവിടുത്തെ മകനാക്കി തീർപ്പാൻ തക്കവണ്ണം തീർന്നു. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം നൽകുവാനിടയായി. എന്ന് പറഞ്ഞ ലോക ഇമ്പങ്ങളിലൂടെ സഞ്ചരിച്ചു, പല പാപ വഴികളിലൂടെ സഞ്ചരിച്ചു, അങ്ങനെയൊക്കെ പോയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ വരുവാനിടയായി തീർന്നു. കാരണം ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്ത് കടന്നൊരു മനുഷ്യൻ, ഇരുളിൻ്റെ ശക്തിക്കകത്ത് കടന്നൊരു മനുഷ്യൻ, ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ അങ്ങനെ ആയിരുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ളതായിരിക്കുന്ന രക്ഷ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമാകുവാനിടയായി. അന്ന് വരെ ലഭിക്കാത്തതായ സമാധാനം. കാരണം ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടും, ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടും, ഏതെല്ലാം വഴിപാടുകൾ ചെയ്തിട്ടും, എല്ലായിടത്തും പോയിട്ടും ലഭിക്കാൻ കഴിയാത്ത ഒരു വലിയ സമാധാനം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതാണ് വലിയ സമാധാനം. യേശു എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു, യേശു എന്നെ വിടുവിച്ചു. അങ്ങനെ വലിയൊരു സന്തോഷം എനിക്ക് അന്ന് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. എൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ അവർക്ക് വരുവാനായിട്ട് സാധിച്ചിരുന്നില്ല അന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഭവനത്തിലേക്ക് പോവുകയും ആ ഭവനത്തിൽ എനിക്ക് ഒരു പ്രത്യേക സ്വാഗതമൊന്നും ലഭിച്ചിരുന്നില്ല. കാരണം ഞാൻ ഈ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നത് കൊണ്ട് അവർക്ക് എന്നെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അതവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ അനുഭവിച്ച വിടുതൽ, ഞാൻ അനുഭവിച്ച സന്തോഷം അവർ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് അവർക്ക് അംഗീകരിക്കുവാനായിട്ട് സാധ്യമായി തീർന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഭവനത്തിൽ ഒരു പ്രത്യേക സ്വീകരണമോ അല്ലെങ്കിൽ എനിക്കൊരു അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് ഏകനായിട്ട് ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. കാരണം ഭവനത്തിൽ എനിക്ക് ആ ഒരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ദൈവത്തെ ആരാധിപ്പാൻ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ളതൊരു സാഹചര്യമോ സ്വാതന്ത്ര്യമോ ലഭിക്കാതെ ആയിരുന്ന സ്ഥാനത്ത് എന്നെ കർത്താവ് വിടുവിച്ചു എന്നുള്ള ബോധ്യത്തോടെ ഞാൻ ആ ഭവനത്തിൽ നിന്ന് ഏകനായി വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ എന്നെ സ്വീകരിക്കുവാൻ എന്ന് പറഞ്ഞാൽ എന്നോട് സുവിശേഷം പറഞ്ഞ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എനിക്ക് സ്വാഗതം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഭവനത്തിൽ 7 പേരുണ്ട്. എന്നാൽ 8ാമനായൊരു മകനായി അവർ എന്നെ സ്വീകരിക്കുകയും ആ ഭവനാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് വേരൂന്നുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ വചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ മർമ്മങ്ങളൊക്കെയും വെളിപ്പെടുത്തി തന്നപ്പോൾ ഇത് കുറച്ച് മുൻപ് അറിയുമായിരുന്നെങ്കിൽ ഇത്രയും നഷ്ടങ്ങളും കഷ്ടങ്ങളും കടന്നു വരുമായിരുന്നില്ല എന്നുള്ള ചിന്ത ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. എന്നാൽ ആ ആരാധനയെങ്കിൽ, ആ പ്രാർത്ഥനയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ദൈവം നൽകുവാനിടയായി. അങ്ങനെ ആ ദൈവദാസൻ, ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചു. രക്ഷിക്കപ്പെട്ടതായ വ്യക്തി സ്നാനപ്പെടണമെന്നുള്ള ആ വചനം എന്നെ പഠിപ്പിക്കുവാനിടയായി. ആ വചനത്തിലൂടെ ഞാൻ പിന്നെ ബൈബിള് വായിക്കാൻ തുടങ്ങി. എൻ്റെ ഭവനത്തിൽ ആദ്യമായിട്ടാണ് ഈ ബൈബിള് ദൈവം എൻ്റെ കയ്യിലാണ് ആദ്യമായിട്ട് നൽകിത്തരുന്നത്. അങ്ങനെ ആ ബൈബിളിലൂടെ അത് വായിക്കുവാനും അതിൽ കുറേ സന്തോഷവും സമാധാനം കൈവരിപ്പാനിടയായി തീർന്നു. അങ്ങനെ സ്നാനം സത്യമാണെന്ന് മനസ്സിലാക്കി ഞാൻ സ്നാനപ്പെടുവാനായിട്ട് തീർന്നു. ഇതിൻ്റെ അകത്ത് വലിയൊരു മിറക്കിളെന്ന് പറയാനായിട്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞല്ല ഞാൻ സ്നാനപ്പെടുന്നത്. കാരണം എൻ്റെ സാഹചര്യവും എൻ്റെ പശ്ചാത്തലവും ദൈവത്തിന് അറിയുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലുകളും ദൈവപ്രവൃത്തിയൊക്കെ വെളിപ്പെടുവാനിടയായത്. അങ്ങനെ ഞാൻ സ്നാനപ്പെടുവാനായിട്ടിടയായി തീർന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകുവാനായിട്ട് കഴിയാത്തൊരു സാഹചര്യത്തിലൊരു ജോലിയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ജോലി
എനിക്ക് കടന്നു പോകാനായിട്ട് സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി എന്നോട് സംസാരിക്കാനിടയായി. നീ എൻ്റെ വേല ചെയ്യണമെന്നുള്ള ആ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി. അതുമാത്രമല്ല, ആ സഭയിൽ ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ വെച്ച സമയത്ത് മാങ്ങാനം ജോസഫ് എന്ന് പറയുന്ന കർത്തൃദാസൻ ഒരു പ്രവാചകനാണ്. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നോട് വ്യക്തമായിട്ടുള്ളതായ ആലോചന അറിയിക്കുകയും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പകരുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ എനിക്കൊരു ബോധ്യമായി, ഈ ലോകപരമായിട്ടുള്ള ജോലിയല്ല, കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ആലോചനയാണ് എനിക്കുള്ളതെന്നുള്ളത് ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയും അങ്ങനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ കോളേജിലേക്ക് കോട്ടയത്തെ ആദ്യം ചർച്ചകോടിൽ ബൈബിൾ കോളേജിൽ ആദ്യമായിട്ട് പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 3 വർഷം അവിടെ പഠിച്ചു. അതിനുശേഷം ഞാൻ വന്നു. അപ്പോൾ സാധാരണ ഇതിൻ്റെ അകത്ത് വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് വേണ്ടത്രതായിരിക്കുന്ന സാഹചര്യമുള്ള ഒരു കൂട്ടായ്മയായിരുന്നില്ല അന്ന്. ഇന്നത് വലിയൊരു സഭയായിട്ട് മാറാനിടയായി തീർന്നു. പക്ഷേ അന്ന് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് സാധ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബൈബിൾ കോളേജിൽ ഫീസ് കൊടുക്കണം, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഇതിന്. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ബൈബിൾ കോളേജിൽ വെച്ച് എന്നെ ശക്തമായി എന്നെ പഠിപ്പിച്ചൊരു വിഷയം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, നിൻ്റെ വിഷയം ഏത് തന്നെയായാലും അത് മനുഷ്യനോട് പറയാതെ അത് എൻ്റെ അടുത്ത് നീ അത് പറയുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 വർഷം, 3 വർഷം അത്ഭുതകരമായ നിലയിൽ, കാരണം അവിടെ ബൈബിൾ കോളേജിൽ കടന്നുപോയ ശേഷമായിട്ട് ദൈവം എന്നെ കൃപാവരത്താൽ എന്നെ അഭിഷേകം ചെയ്യാനിടയായി തീർന്നു. ആ ബൈബിൾ കോളേജിൽ എല്ലാവരും ലീവിന് പോകുമ്പോൾ എനിക്ക് പോകാനൊക്കത്തില്ല, കാരണം എനിക്ക് പൈസയില്ല. മാത്രമല്ല, ഞാൻ എവിടോട്ടാണ് പോകുന്നത്, വീട്ടിലേക്ക് പോകാനൊക്കത്തില്ല. അവരെ നമ്മൾ വളരെ പ്രയാസപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നു. അപ്പോൾ ഞാനും കുറച്ച് സഹോദരന്മാരും ഒറ്റയ്ക്ക് ആ ഹോളിൽ, വലിയൊരു ഹോളിൽ, ടാബർനാക്കൾ, കുട പോലെയുള്ളൊരു ടാബർനാക്കൾ എന്ന് പറയുന്നൊരു കോളേജാണ്. അവിടെ 450 പേരന്ന് പഠിച്ചിരുന്നു, ബാച്ചുകളായിട്ട് പഠിച്ചിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ അവിടെ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഏകരായിട്ട് അവിടെ നിൽപ്പാനിടയായിരുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ വളരെ അതിശയകരമായ നിലയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അവിടെ നടക്കുന്ന കൂട്ടായ്മയിൽ, ഭവന പ്രാർത്ഥനകളിലൊക്കെ അല്പസമയം സംസാരിക്കുവാനൊക്കെയും സമയം നൽകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിറയ്ക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അവിടെയുള്ള അച്ചായന്മാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുവാനിടയായി തീർന്നത്. ആ അച്ചായന്മാരെ ദൈവം കരങ്ങളിലെടുത്തു. അങ്ങനെ 3 വർഷം ശുശ്രൂഷയിൽ നിന്ന് ലഭിക്കുന്ന നന്മ കൊണ്ട് വചനം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. 3 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. പരസ്യങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെയും വളരെ ശക്തമായി മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസനോടുകൂടെ അനേകരോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 1989 എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. വിവാഹത്തിന് ശേഷം വീണ്ടും ബൈബിൾ കോളേജിൽ പഠിക്കുവാനുള്ളതായൊരു സാഹചര്യങ്ങൾ ഒത്തുവന്നു. 2 വർഷം ഒറ്റപ്പാലം നോർത്ത് കേരള ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷം അവിടെ പഠിച്ചു. IPCയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. വിവാഹം കഴിഞ്ഞു. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എല്ലാവരും അനുകൂലിച്ച് വരുന്നൊരു സാഹചര്യമല്ല. കാരണം പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള വിവാഹം ഒരു കത്തോലിക്ക ഭവനത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ലാത്ത കാര്യമാണ്. പക്ഷേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ശക്തമായ നിലയിൽ തന്നെ അടിയങ്ങളുടെ ഭവനത്തിൽ വെച്ച് തന്നെ ആദ്യമായിട്ട് ആ ദേശത്ത് പെന്തക്കോസ്ത് അനുഭവമായിട്ടുള്ള ഒരു വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. പന്തലൊക്കെ ഇട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമായി എനിക്ക് ഞങ്ങൾ പല സ്ഥലങ്ങളിലും അതിനോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനിടയായി തീർന്നു. 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് ദാനമായി തന്നു. എന്നാൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്താഗതിയിലൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, അവരെ പഠിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളിലൂടെ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ചിന്തിച്ചു വന്നു. പക്ഷേ അതിശയകരമായ നിലയിൽ ദൈവം അവരെ മാനിപ്പാനായിട്ട് ഇടയായി തീർന്നു. ബാംഗ്ലൂരിൽ ഞങ്ങളൊരു 10-15 വർഷക്കാലം ബാംഗ്ലൂരിൽ ആയിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയും കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സഭയിലും മറ്റു തലങ്ങളിലൊക്കെ പ്രവർത്തിപ്പാനെന്നൊക്കെയാണ് കർണാടകയിലും അതുപോലെ പലയിടങ്ങളിലും ശുശ്രൂഷയ്ക്കായി കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു.
കുഞ്ഞുങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടൊന്നും ചെയ്യുവാനായിട്ട് കാര്യമായിട്ട് ആരൊന്നും ഇല്ല. പക്ഷേ ദൈവസേനയിൽ ദൈവം നൽകിയ കൃപാവരങ്ങൾ സ്തോത്രം പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ദൈവം പല മേഖലകൾ ശുശ്രൂഷയ്ക്കായി തുറക്കുവാനിടയായി തീർന്നു. ഗൾഫിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, സ്തോത്രം, കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സകല കാര്യങ്ങളും ദൈവം നൽകിയ കൃപാവരത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ അത് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ കാര്യങ്ങൾ അവരെ നടത്തുവാനിടയായി തീർന്നു. 2 കുഞ്ഞുങ്ങളുടെയും വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നടന്നു. അവർ വളരെ കുടുംബമായിട്ട് സന്തോഷത്തോടെ ആയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മിസ്സിസ് ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. എന്നാൽ അത് കാര്യമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും പ്രയാസമായി അങ്ങനെയൊക്കെ പല സമയങ്ങളിലുണ്ടെങ്കിൽ പോലും അത്രയും ആരോഗ്യക്ഷതകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും കർത്താവിൻ്റെ വേല ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾ വെള്ളിക്കുളങ്ങര, തൃശ്ശൂർ ജില്ലയിലുള്ള വെള്ളിക്കുളങ്ങര എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് കിഡ്നിയുടെ ഒരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അത് സംഭവിക്കുമെന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2024 ജനുവരി 18 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ഹിതമാണ്, കർത്താവിനോട് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്നോടുകൂടെ അനേക സ്ഥലങ്ങളിൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് കർത്താവിൻ്റെ വേലയിൽ ശക്തമായി മുന്നോട്ട് പോകുവാനൊക്കെ ഇടയായി തീർന്നു. പുള്ളിക്കാരത്തി മരിക്കുന്നതിന് മുമ്പൊക്കെ പരസ്യങ്ങളിലൊക്കെ ശക്തമായിട്ട് കർത്താവ് കരങ്ങളെടുക്കുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് തൻ്റെ അരികിലേക്ക് ചേർക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ അടിയങ്ങൾ ഏകനായിട്ട് വേലസ്ഥലത്ത് ആയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ കുഞ്ഞുങ്ങളെ ദൈവം നൽകുകയും അവർക്ക് കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യുകയൊക്കെ ചെയ്തു. നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സാക്ഷ്യം പറയുവാനുള്ള കാരണം, കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ കടന്നു വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അത് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനേകർക്കൊരു വിടുതലായി മാറട്ടെ എന്ന് ഞാൻ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയയുടെ ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് താമസിക്കാതെ തന്നെ, കാരണം ഞാൻ സത്യം പറഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇത് കുറച്ച് മുൻപ് അറിയുമായിരുന്നെങ്കിൽ കുറേ നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നും ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കുമെന്നുള്ളതായ ചിന്ത ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നാൽ ഈ തരുണത്തിൽ ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്കൊരു അവസരം കർത്താവ് നൽകുകയാണ്. കാരണം എന്നെ വിളിച്ച് വേർതിരിച്ച ആ കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെയും നിങ്ങളുടെ ശാപങ്ങളെയും രോഗങ്ങളെല്ലാം നീക്കി നിങ്ങളൊരു ദൈവ പൈതലാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ വണ്ണം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സന്തോഷവും സമാധാനവും, ഈ ലോകത്തിലുള്ള സമാധാനമല്ല, ആ ദൈവിക സമാധാനം. ഞാൻ പറഞ്ഞല്ലോ, അനേക സ്ഥലങ്ങളിൽ സമാധാനത്തിന് വേണ്ടി പോയല്ലോ, പക്ഷെ അവിടെ ഒന്നും ലഭിക്കാൻ കഴിയത്തില്ല. ഏത് സ്ഥലത്ത് നമ്മൾ പോയാലും നമുക്ക് അവിടെ ഒന്നും സമാധാനം ലഭിക്കത്തില്ല. യേശു പറഞ്ഞു, ഈ ലോകം തരുന്ന സമാധാനമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ അരുമരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമായി തീരും. എങ്ങനെ കിടന്നൊരു വ്യക്തി ജീവിതമായിരുന്നു ഞാൻ, എന്നാൽ ഇന്ന് ഈ നിലയിൽ വന്നു ചേരുവാൻ സ്തോത്രം, ഈ കർത്താവിനെ ആരാധിപ്പാൻ, അവൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് നൽകുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളൊക്കെ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ ദൈവം മറിഞ്ഞു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുള്ളതായ വിശ്വാസത്താൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആ സമാധാനം നമ്മൾ പ്രാപിക്കണം. അതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിലൊന്നും നമുക്ക് ശാശ്വതമായിട്ടൊന്നുമില്ല. ശാശ്വതമായൊരു ഭവനം അത് നിത്യതയിൽ നമുക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ചേർക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ആ നിത്യഭവനത്തിലും കൂടെ കാണുമാറാകുവാനിടയായി തീരണം. ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾ, ഈ ലോകത്തിലെ സ്ഥാനങ്ങൾ, ഈ ലോകത്തിലെ യാതൊന്നും നമ്മളെ അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ ആ രക്ഷ കണ്ടെത്തുമ്പോൾ ആ രക്ഷയിലൂടെ നമുക്ക് സ്വർഗരാജ
അവകാശമാക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോളാകുന്ന രക്ഷാ ദിവസം, ഇപ്പോളാകുന്ന സുപ്രസാദകാലം, ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കൊണ്ട് മടിച്ചു നിൽക്കാതെ ശക്തമായ യേശുക്രിസ്തുവിലൂടെയുള്ള ആ വിടുതലും ആശ്വാസം സമാധാനവും ആ രക്ഷയും പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.